ഇങ്ങനെയുള്ള കൈ ഇങ്ങനെയാകാൻ അധികം കാലതാമസമൊന്നും വേണ്ട. പ്രായമായവരുടെ മാനസികാവസ്ഥ നമ്മൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യരാകുന്നത്. വാർദ്ധക്യമായവരെ പരിചരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെക്കാൾ നന്നായിട്ട് പരിചരിക്കേണ്ടതുണ്ട്. ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് വരെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വെറും വെള്ളം മാത്രം കുടിച്ചത് കൊണ്ട് കാര്യമില്ല. ഇലക്ട്രോലൈറ്റുകൾ ധാരാളം അടങ്ങിയ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഒരുപാട് ഫ്രൂട്ട്സുകൾ നൽകുക. പാട് ഇവർക്കങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും കഴിയൂല. ഇപ്പൊ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് പോലെ, വെള്ളം കുടിപ്പിക്കുന്നത് പോലെ പാട്ടുപാടിയും കഥകൾ പറഞ്ഞും വാരിക്കൊടുത്തുമൊക്കെ ഭക്ഷണം കഴിപ്പിക്കുക. വെറും പരിപ്പും ചോറും കൊടുത്തു കഴിഞ്ഞാൽ ആർക്കായാലും ബോറടിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി അവർക്ക് വിവിധ രുചികളിൽ ഭക്ഷണം നൽകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പല ഫ്ലേവറിൽ ORS ഒക്കെ ലഭിക്കും, വൈറ്റമിൻസ് ടാബ്ലറ്റും ഒക്കെ കിട്ടും. പല്ല് തേപ്പിച്ച് കൊടുക്കുക, നഖം വെട്ടി കൊടുക്കുക, മുടി ചെയ്യുക, വൃത്തിയോടെ കുളിപ്പിക്കുക, ബാത്റൂമിൽ കൊണ്ടുപോവുക. അവർക്ക് മൂത്രമൊഴിക്കാനും എവിടെ തുപ്പണം ഇതൊന്നും അവർക്ക് അറിയലുണ്ടാവില്ല. നമ്മൾ കുട്ടികളെക്കാളും നന്നായിട്ട് അവരെ നോക്കുമ്പോഴാണ് അവർക്കൊരു ഉഷാറുണ്ടാവുക. നോക്കലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല, അതിനെ വെടിപ്പിൽ നോക്കണം. ഈ അടിച്ചു വാരലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചു വാരലും ഇതൊരു അടിച്ചു വാരൽ തന്നെയാണ്, കണ്ടില്ലേ? പക്ഷെ ഇതിൻ്റെ അടിയിലടിക്കോ ഇല്ല, ഇവിടെ എല്ലാം അടിക്കോ തുടക്കോ ഇല്ല. അപ്പൊ പേരിനെന്തായി? ഞാൻ അടിച്ചില്ലേ, അടിച്ചു വാരി എന്നാ വൃത്തിയോടെ ചെയ്തോ? ഇല്ലല്ലോ. ഇതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഫുള്ള് മൊത്തം ഇതിന്റെ അടിയും മൊത്തമായിട്ട് അടിച്ചു വാരും, ഇല്ലേ? അതുപോലെയാണ് നോക്കലെ എല്ലാരും നോക്കുന്നുണ്ട്. അതിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ അതൊരു നോക്കലാവൂല. എല്ലാവർക്കും ഒരു പരാതിയാണ്, സമയമില്ല അതിനൊന്നും നോക്കാൻ. പക്ഷെ മരിച്ചു കഴിഞ്ഞാലൊക്കെ ചെയ്യാൻ സമയം ഉണ്ടാവും. അത്തപ്പിര കെട്ടല് അതൊക്കെ വേണ്ടാന്നല്ല, അതൊക്കെ വേണം. അവർ വേറൊരു ലോകത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മരണാനന്തര ചടങ്ങുകൾ. അതൊക്കെ വേണം. പക്ഷെ ജീവനുള്ളപ്പോൾ മര്യാദയ്ക്ക് നോക്കാൻ സമയം കിട്ടാത്ത ആളുകൾ, അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ അപ്പൊ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകും കാക്കാൻ. അന്നൊന്നും നോക്കാനോ അടുത്തിരിക്കാനോ ഒന്നും സമയമില്ലാത്ത ആളുകളാണ്. മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന, ഹോസ്പിറ്റലിൽ എന്തിനാണ് ഇത്രയും ആൾക്കാർ? അവിടെ ഒരുപാട് നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ നോക്കാൻ. ആരുമില്ലാത്ത സമയത്ത് അവരെ അടുത്തിരുന്ന് ആത്മാർത്ഥമായിട്ട് അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. 2 വർഷം മുമ്പ് കേരളത്തിൽ എൻ്റെ ഒരു ചങ്ങാൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അടുത്ത ആഴ്ച പോകും, ഞങ്ങളുടെ ടൈം എത്തിയാൽ പോകും. ഞാൻ പറഞ്ഞു അതെന്താ? അത് ഓരോരോ ആഴ്ചയാണ് ഉമ്മനെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു ചങ്ങായി എനിക്കൊക്കെ അന്തമുണ്ടോ? ഇങ്ങനെ ഒരു ടൈം വെച്ചിട്ടൊക്കെ നോക്കാതെ, ഇതിനേക്കാളും നല്ല നീയൊക്കെ നോക്കാത്തതാ. അത് ഓൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞാലേ, നിനക്ക് ഇപ്പം ചെലവിന് കിട്ടുന്നത്, പക്ഷെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് ആ ഉമ്മ ഈ കുട്ടീനെ വളർത്തി ഇത്ര ആക്കിയത് കൊണ്ടാണ്, ഓൻ്റെ മുതൽ കൊണ്ടാണ് നീ ഇത്ര സുഖമായിട്ട് നിൽക്കുന്നത്. ആ ഒരു ഉമ്മാനെ നോക്കാനുള്ള മനസ്സ് നിനക്കൊക്കെ ഇല്ലെങ്കിൽ നീ ഒന്നും നോക്കാൻ നിൽക്കണ്ട. ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ തറവാട്ടില് ചെറിയ ചെക്കനായിരിക്കും ഉണ്ടാവുക. അപ്പൊ വീട്ടിലുമ്മമാരാക്കി അല്ലേ ഉണ്ടാവുക, ബാക്കി എല്ലാവരും കല്യാണം കഴിച്ചു പോവും. എല്ലാ സ്ഥലത്തും പരാതിയാണത്. അപ്പൊ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും? അങ്ങനെ കറങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകുന്ന ടൈമിൽ ഇടക്ക് വന്നിട്ട് ഉമ്മാനെ കണ്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പോവും. ഫുള്ള് തറവാട്ടില്ല. അപ്പൊ ഞങ്ങളുടെ നാടുകളിലാണെങ്കിൽ നേരെ തിരിച്ചു തന്നെയാണ്. പെണ്ണുങ്ങളുണ്ടെങ്കിൽ പെണ്ണുങ്ങളൊക്കെ തന്നെയാണ് തറവാട്ടിലുള്ളത്. അപ്പൊ മാക്സിമം മനസ്സിൽ തോന്നുകയാണെങ്കിൽ, ഇന്നില്ലെങ്കിൽ നാളെ എല്ലാവരും മരിച്ചു പോകും, ആത്മാർത്ഥമായിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക, നോക്കുക. അത് ആരെ ബോധ്യപ്പെടുത്താനല്ല, നമ്മൾക്ക് മനസ്സുകൊണ്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി.